നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 716th day. Today 35th sloka of Pratamaskandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 716-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം. ഏതദ്യാതുരചിത്താനാം മാത്രാസ്പർശേ ചയാമുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. ഓം തത്സത്. ഏതദ്യാതുരചിത്താനാം മാത്രാസ്പർശേ ചയാമുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏതത് ആതുര ചിത്താനാം മാത്രാസ്പർശേച്ചയ മുഹു ഭവസിന്ധുപ്ലവ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. ഹരിചര്യാനുവർണ്ണനം അതായത് ഹരികഥാ വർണ്ണനം. മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. മാത്രാസ്പർശേച്ചയ മാത്രകളുടെ സ്പർശങ്ങളിലുള്ള ഇച്ഛ കൊണ്ട്, അതായത് വീണ്ടും ഈ സംസാര ലോകത്തിലുള്ള ആഗ്രഹം കൊണ്ട് എന്നുള്ള. മാത്രാസ്പർശേച്ചയ ആതുര ചിത്താന ആതുര ചിത്തങ്ങളോട് കൂടിയ വിഷമങ്ങളായിട്ടുള്ള ചിത്തങ്ങളോട് കൂടിയവർക്ക് ഹരിചര്യാനുവർണ്ണനം ഹരികഥാവർണ്ണനം. യത്ത് യാതൊന്നു, ഏതത് ഇത്, ഭവസിന്ധുപ്ലവ സംസാര സമുദ്രത്തിൽ സംസാരസാഗരത്തിൽ കപ്പലായിട്ട്. പ്ലവ എന്ന് പറഞ്ഞാൽ കപ്പൽ. ഭവസിന്ധു എന്ന് പറഞ്ഞാൽ ഭവം ഈ ലോകം, സിന്ധു സമുദ്രം. ഈ സംസാര സമുദ്രത്തിൽ പ്ലവ കപ്പലായിട്ട് ദൃഷ്ട ഹി കാണപ്പെട്ടതല്ലയോ. അതായത് വിഷയങ്ങളെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത് കൊണ്ട് അധികം ദുഃഖിതരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് സംസാരമാകുന്ന ഈ സമുദ്രത്തെ കടപ്പാനുള്ള ഒരു കപ്പൽ ഈ ഹരിയുടെ കഥ വർണ്ണനം കേൾക്കുന്നത് ആണെന്ന് അനുഭവം കൊണ്ട് അറിഞ്ഞിട്ടുള്ളതാണല്ലോ. നാരദമുനി ഉച്ചത്തിൽ ഗാനം ചെയ്ത് സഞ്ചരിച്ച് സംസാര ദുഃഖത്തിൽ ചെയ്തു പോകുന്നത് ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലുന്നവരെ സംരക്ഷിക്കാനും ഉദ്ധരിക്കുവാനും ആണെന്നാണ് നാരദർ പറയുന്നത്. അതായത് ഈ സംസാരമാകുന്ന കടലിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരെ, ലൗകിക ജീവിതത്തിൽപ്പെട്ട് ഉഴലുന്നവരെ ഉദ്ധരിക്കുവാനുള്ള ഏക മാർഗം ഹരികഥാ വർണ്ണനമാണ്. അങ്ങനെയുള്ള ആ ഹരികഥാ വർണ്ണനം ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നത് ഇതിനു വേണ്ടിയാണ് എന്ന് നാരദർ പറയുന്നു. നാരദർ എപ്പോഴും വീണമീട്ടിക്കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് 3 ലോകത്തിലും സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ താൻ സഞ്ചരിക്കുന്നത് ഈ സംസാര സാഗരത്തിൽ ഭവസിന്ധു പ്ലവോ സാഗരത്തിൽ പ്ലവോ എന്ന് പറഞ്ഞാൽ കപ്പലായിട്ട്, അവർക്കൊക്കെ ഒരു കപ്പലായിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. എൻ്റെ ഹരികഥാ വർണ്ണനം അവർക്കൊക്കെ ഈ സംസാര സാഗരത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു കപ്പൽ, തീരത്തണയാനുള്ള ഒരു കപ്പലായിട്ട് ഭവിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെ തന്നെ, അതായത് ഹരികഥാവർണ്ണനം കൊണ്ടാണ് നാരദർക്ക് അങ്ങനെയുള്ളൊരു പദവി ലഭിച്ചത്.
അതുകൊണ്ട് തന്നെ അനുഭവത്തിലൂടെ അറിഞ്ഞതാണ് ഹരികഥാ ശ്രവണം എത്രത്തോളം മഹത്വമുള്ളതാണ്. ഈ ലോകമാകുന്ന സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ, ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആ ഭഗവത് കഥാശ്രവണവും ഭഗവതിനോട് ഉള്ള ഐക്യവും മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആവുന്നത്ര ആളുകളെ, സാമാന്യ ജനങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി ആണ് ഞാനിങ്ങനെ ഗാനം ചെയ്തുകൊണ്ട് ഹരികഥ വർണ്ണിച്ചുകൊണ്ട് എല്ലാ ലോകത്തും സഞ്ചരിക്കുന്നത് എന്ന് സാരം. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതദ്യാതുരചിത്താനാം, ആതുരചിത്തം എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന മനസ്സുകൾ, ഈ സംസാര സാഗരത്തിൽ കിടന്ന് വിഷമിക്കുന്ന ചിത്തങ്ങളോട് കൂടിയവർ, മനസ്സോട് കൂടിയവർ. ഏതദ്യാതുരചിത്താനാം മാത്രാസ്പർശേച്ചയാമുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. അതായത് ഒരു സ്ഥലത്തിരുന്നിരിക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള മുഹും എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കും. വീണ്ടും വീണ്ടും ഇങ്ങനെ അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഞാൻ ഹരികഥ പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.